ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റോക്ക് നിഫ്റ്റി വീക്ക് ആണെങ്കിലും കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇത് ട്രേഡിംഗ് വ്യൂവിന്റെ സഹായത്തോടെ അതിൽ പ്ലോട്ട് ചെയ്ത് നമ്മൾ അതിനുശേഷമാണ് സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് നോക്കാം. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു നിഫ്റ്റി 50 നമ്മളൊരു ബെഞ്ച് മാർക്കായി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കുകൾ ഈ നിഫ്റ്റി 50യേക്കാളും എത്ര മികച്ച പ്രകടനം, അതായത് ഇതിലും ഗ്രോത്ത് എത്ര പെർസെൻറ്റേജ് മൂവ് തന്നു അല്ലെങ്കിൽ ഒരു മൂവ് തരുന്നുണ്ടോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത്. ഇതുവഴി നാം കണ്ടെത്താൻ നോക്കുന്നത് നിഫ്റ്റിയുടെ പെർഫോമൻസിനേക്കാളും ബെറ്റർ ആയിട്ട് ഔട്ട് പെർഫോം ചെയ്ത് പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുന്നതാണ്. അതിനാദ്യമായി നമുക്ക് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ എടുക്കുക. അത് ഭാരത് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓതറാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഈ വിൻഡോയിൽ ആഡ് ആവുന്നത് കാണാം. അതിനുശേഷം ഇതിന്റെ സെറ്റിംഗ്സിൽ പോവുക. ഈ സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഈ കമ്പാരിറ്റീവ് സിമ്പിൾ എന്ന് പറയുന്ന ഇവിടെ നിഫ്റ്റി ആണോ എന്നാണ്. നിഫ്റ്റി അല്ല എങ്കിൽ നിഫ്റ്റി സെർച്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പീരിയഡിൻ്റെ അവിടെ 123ക്ക് പകരം 55 എന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്ന MCX എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം. നമുക്ക് ഗ്രാസിം നോക്കാം. ഈ ഗ്രാസിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈനും ഒരു ഗ്രീൻ ലൈനും കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ നടുക്ക് ഒരു പർപ്പിൾ ആയിട്ടുള്ള ഒരു കളറുള്ള മറ്റൊരു ലൈനും കാണാൻ പറ്റും. ഇത് 0 ആണ്. ഇതിന്റെ സ്ട്രെങ്ത് ഇവിടെ അളക്കുന്നത്, അതായത് ഈ പറയുന്ന ഈ ലൈൻ ഈ 0 ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രെങ്ത് കൂടി, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാളും സ്ട്രെങ്ത് കൂടുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഈ ഒരു 0 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയം, ആ സമയം ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കാം എന്താണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന മൂവ് എന്ന്. നിങ്ങൾക്ക് അതിനുശേഷം കാണാം ഇവിടെ ഒരു ലെവൽ, ഈ ലെവലിൽ എത്തിയപ്പോൾ അത് വീണ്ടും അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞ് താഴേക്ക് വരുന്നതായിട്ടും കാണാം. ഇതേ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എത്തിയത്. അതായത് നമുക്ക് ഈ സ്ട്രെങ്ത് കൂടി, നമുക്ക് ഇവിടെ നിന്ന് വന്ന് ഈ സ്ട്രെങ്ത് കൂടി ഇവിടെ എത്തി, അവസാനം ഈ സ്ട്രെങ്ത് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഇതിൽ കാണാം. നമുക്ക് ഒരു ടോപ്പിലെത്തിയിട്ട് അവിടെ താഴേക്ക് വരുന്ന അവസ്ഥ, അവസാനം ഇത് 0 ക്രോസ് ചെയ്ത് താഴേക്ക് എത്തി. അപ്പൊ ഇതിനെ പറയുന്നത് ഈ ഒരു പീരീഡിൽ നിഫ്റ്റിയുടെ എന്താണോ പെർഫോമൻസ് അതിനെ ബീറ്റ് ചെയ്യുകയും അതിനുശേഷം ഈ 0 ക്രോസ് ചെയ്ത സമയത്ത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പ്രകടനം എന്താണോ ആ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്തു. 0 ക്രോസ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിഫ്റ്റിയേക്കാളും കുറവ് പെർഫോമൻസ് ആണ് എന്ന് ഇപ്പോൾ പറയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റിലേറ്റീവ് സ്ട്രെങ്ത് മാത്രമുള്ള ഒരു സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്ക് ഉപയോഗിക്കേണ്ടത് ബ്രേക്ക് പോയിന്റിന്റെ ആപ്പാണ്. ബ്രേക്ക് പോയിന്റിന്റെ ആപ്പിൽ നമുക്ക് പൊസിഷണൽ സ്കാനറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാ 2000-ഓളം സ്റ്റോക്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ RS55 എന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പീരീഡ് റിലേറ്റീവ് സ്ട്രെങ്ത് 55, ഈ പേരിലുള്ള ഈ സ്റ്റോക്കുകളുടെ എല്ലാം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന ഒരു ടാഗ് ഉപയോഗിച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു സ്റ്റോക്കും 0 എന്ന വാല്യൂയുടെ മുകളിലേക്കാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടും അല്ലാത്ത പക്ഷം നെഗറ്റീവായിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റമുള്ള സ്റ്റോക്കുകളെ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് ഒന്നറിയാം. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്ന് മാത്രമാണ് സ്ട്രെങ്ത് ഉള്ളത്, റിലേറ്റീവ് സ്ട്രെങ്ത്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ് ഇതിൽ. അതുപോലെ EMA ഗോൾഡൻ ക്രോസ് എടുത്ത് നോക്കാം. ഇതിലും മിക്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമുക്ക് വരുന്ന റിസൾട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ RS55 പോലുള്ള ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നടത്താൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ഈ ഒരു പറയുന്ന ഒരു സ്റ്റോക്ക് എടുത്ത് നോക്കിയാൽ, അതായത് അനുരസ് എടുത്ത് നോക്കിയാൽ എന്താണ് സിറ്റുവേഷൻ നോക്കാം. അതായത് നമുക്ക് ഇപ്പൊ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എടുത്ത് നോക്കാം എന്താണ് സിറ്റുവേഷൻ. ഇത് പോസിറ്റീവ് ആണെല്ലാം ഓൾറെഡി സ്റ്റേജ് 2-ലാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ നോക്കാം. നമുക്ക് ഓക്കെ, ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഓൾറെഡി RS പോസിറ്റീവ് ആണ്, മുകളിൽ തന്നെയാണത്. വീണ്ടും ആ RS 0 സോണിൽ വന്നിട്ട് പിന്നെയും അത് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ പോവാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഓൾറെഡി 0 ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്ന് ഒരു അപ് ട്രെൻഡ് വന്നു. വീണ്ടും ആ 0 സോണിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത ശേഷം അത് വീണ്ടും അപ് ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് ഇനി ഒരു നെഗറ്റീവായ സ്റ്റോക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ടാൽ അറിയാം നമുക്ക് ഓൾറെഡി നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇതിന് വളരെ ലോ ആണ്, -13 ഒക്കെയാണ്, വളരെ ലോ ആണത്, ഒട്ടും സ്ട്രെങ്ത് ഇല്ലാതെ തന്നെ പറയാം. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ഉപയോഗിച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് എപ്പോഴും അത് മാത്രമായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഈ റിലേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് നിഫ്റ്റിയേക്കാളും എപ്പോഴും സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കുകളായിരിക്കും. അതായത് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നിഫ്റ്റി 1% വീഴുമ്പോൾ സാധാരണ ഒരു സ്റ്റോക്ക് ആ ഒരു ക്ലാസിഫിക്കേഷനുള്ള സ്റ്റോക്കുകൾ ചിലപ്പോൾ
താഴേക്ക് 5% വരുമ്പോൾ ഒരു സ്ട്രെങ്ത് കൂടുതലുള്ള സ്റ്റോക്ക് ആണെങ്കിൽ ചിലപ്പോൾ 2%, 1% മാത്രമേ താഴേക്ക് വരുള്ളൂ. അതാണ് ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എടുത്താലുള്ള ഗുണം. ഇനി നമുക്ക് എങ്ങനെ ബ്രേക്ക് പോയിന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ നോക്കാം. ബ്രേക്ക് പോയിന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം വരേണ്ടത് ബ്രേക്ക് പോയിന്റ് ഒരു പേജ് ഉണ്ട്, brkpoint.in എന്ന് പറയുന്ന ഒരു പേജിൽ. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഈ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP അത് ഇമെയിലിലേക്ക് വരികയും ആ ഇമെയിൽ OTP എടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടുകയും, അങ്ങനെ ആക്സസ് കിട്ടിക്കഴിയുമ്പോൾ നേരെ നിങ്ങൾ വരുന്നത് ഇതുപോലൊരു ഡാഷ്ബോർഡിലേക്കായിരിക്കും. ഈ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്ലാൻസും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് 2 ടൈപ്പുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണുള്ളത്. ഒന്ന് 28 ഡേയ്സും മറ്റേത് 365 ഡേയ്സും. അപ്പോൾ 365 ഡേയ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി പ്ലാൻസ്, കുറച്ചും കൂടി ഫീച്ചേഴ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാൻസ് വരുന്നത്. ഈ പ്ലാൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്ലാൻസിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഓരോന്നിലുള്ളതെന്നല്ല. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് ഓൺലൈൻ തന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് ഇതിന്റെ ആക്സസും ഓൺലൈനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആക്സസ് അപ്ലൈ ആവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേക്ക് പോയിന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഒരു ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് പോയിന്റിന്റെ മറ്റ് ഫീച്ചേഴ്സും മറ്റ് സ്കാനറുകളും ഡീറ്റെയിൽസും കൂടി കിട്ടുന്ന ഫുൾ ഇൻഫർമേഷൻ അകത്ത് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.